ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പത്തരമാറ്റ് സീരിയലിൽ ഇനി വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ ഇനി വരാൻ പോകുന്ന എപ്പിസോഡ്, അതായത് ഇന്നത്തെ എപ്പിസോഡിൽ നമ്മുടെ അബി നന്നായിട്ട് തോറ്റിട്ടുണ്ട് കേട്ടോ. അബിയാണെങ്കിൽ തോറ്റ് തുന്നം തിരിച്ച് വീട്ടിൽ വരാൻ പോലും അബിക്ക് തോന്നണില്ല. കാരണം എല്ലാവരും തന്നെ കളിയാക്കുന്നു, തന്നെ ഒരു പൊട്ടനാണെന്ന് പറയുന്നു അബിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ അബി എന്ത് ചെയ്യണമെന്നറിയാതെ ഇങ്ങനെ നിൽക്കുകയാണ്. തിരിച്ച് തൻ്റെ അച്ഛനോടും പോകാൻ വയ്യ. അച്ഛനാണെങ്കിൽ പറയില്ലേ അബിക്കൊരു കഴിവില്ലെന്ന്. ഈ സ്ഥാനത്ത് അവന്തിക പോവാണെങ്കിൽ ഈ കാര്യം നടന്ന് അവൾ വന്നാനെ എന്ന് വേണമെങ്കിൽ വരെ നാഗേന്ദ്രൻ പറയും. അതുകൊണ്ട് തന്നെ അബിക്ക് വല്ലാത്തൊരു നാണക്കേട് തോന്നുകയാണ്. നാഗേന്ദ്രൻ്റെ അടുത്താണെന്നുണ്ടെങ്കിൽ നമ്മൾ അവന്തിക വന്നിരിക്കുമ്പോൾ നാഗേന്ദ്രൻ പറയുന്നുണ്ട്, കുത്തനെയാണ് നമ്മുടെ ചാർട്ട് അങ്ങോട്ട് താഴേക്ക് പോയത് മോളെ. ഇത്രയും നാൾ നമ്മൾ ചെയ്തു വെച്ച എല്ലാം തന്നെ ഒരു നിമിഷം കൊണ്ട് ഇല്ലാതായി എന്ന് പറയാണ്. അത് സാരില്ലച്ച, മൂർത്തിസ് ജ്വല്ലറിക്കല്ലേ ആദ്യം കിട്ടിയത്, അത് കുഴപ്പമൊന്നുമില്ല. ഓ, നീ ഇപ്പൊ അങ്ങനെ പറയാൻ തുടങ്ങിയാലേ. ഓ, അനീന വിവാഹം കഴിക്കുകയാണെങ്കിൽ മൂർത്തിസ് ജ്വല്ലറി നിന്റെ ആകുമല്ലോ. അതുകൊണ്ടിപ്പോ സ്വന്തം ജ്വല്ലറി എടുത്ത് നിനക്കിപ്പോ കമ്മിറ്റ്മെന്റ് ഒന്നും ഇല്ല അല്ലേ മോളെ? അയ്യോ അച്ഛാ, അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞതല്ല. എനിക്ക് മൂർത്തിസ് ജ്വല്ലറി AN ജ്വല്ലറി എല്ലാം ഒരുപോലെ തന്നെയാണ് എന്ന് പറയണം. എന്നാലും ഞാൻ എൻ്റെ മോനെ ആദ്യമായിട്ടൊരു കാര്യം ഏൽപ്പിച്ചിട്ട് അത് അവൻ തോറ്റുപോയല്ലോ, അവൻ അതിനുള്ള കഴിവൊന്നും ആയിട്ടില്ലെന്നേ എന്ന് പറയാണ്. അച്ഛൻ വെറുതെ ചേട്ടനെ കുറ്റം പറയണ്ട. ആ വീട്ടുകാർ ചേട്ടന്റെ കഴിവ് പുറത്തെടുക്കാൻ വേണ്ടി സമ്മതിച്ചിട്ട് പോയില്ലല്ലോ, അതുകൊണ്ടായിരിക്കും. വിട്ടുകളാച്ച, കുഴപ്പമില്ല. ഇനിയും ഇതുപോലത്തെ അവസരങ്ങൾ വരുമല്ലോ, ആ സമയത്ത് നേടിയെടുക്കാം. എനിക്കതിനുള്ള ഒരു വിശ്വാസമില്ല മോളെ. എല്ലാ വിശ്വാസവും അങ്ങ് പോയി. ഇപ്പൊ മൂർത്തിസ് ജ്വല്ലറി ജയിച്ചിരിക്കല്ലേ. ഇപ്പൊ അനന്തപുരിയിൽ ആഘോഷമായിരിക്കും അല്ലേ? അത് പറയേണ്ട ആവശ്യമില്ലല്ലോ. പക്ഷെ അനിയേട്ടനുണ്ടല്ലോ, ഈ ഒരു ക്രെഡിറ്റും കൊടുത്തിരിക്കണത് അവർക്ക്, ആ നയനേടത്തേക്ക് അവർ വരച്ചുന്ന ഡിസൈൻ കൊണ്ടിട്ടാണ് അനിയേട്ടൻ ഇങ്ങനത്തെ ഒരു അതിലെത്തിയത് എന്നൊക്കെ പറഞ്ഞിട്ട് അവരെ വാതോരാതെ പ്രശംസിച്ചുകൊണ്ടിരിക്കുക. എനിക്കത് കേൾക്കുമ്പോൾ ദേഷ്യം വരും. അവൻ പറയുന്നതിലും കാര്യമില്ലേ? നയനെ പോലത്തെ ഒരു ഡിസൈൻ ഉള്ളത് കൊണ്ട് തന്നെയാണ് മൂർത്തിസ് ജ്വല്ലറി ഇപ്പോഴും മുകളിൽ പോയി ഇരിക്കുന്നത്. അല്ലെങ്കിൽ അവരെപ്പോഴേ മൂക്ക് കുത്തി നിലത്തേക്ക് വീണാനെ എന്ന് പറയാണ്. എന്നാലും മാളവികക്ക് എന്തു സംഭവിച്ചു വെച്ചാൽ, മാളവിക ഡിസൈൻ സത്യം പറഞ്ഞാൽ ഒന്നിനൊന്നും മെച്ചമാണല്ലോ. പിന്നെ ഇവിടെ എന്ത് സംഭവിച്ചു അറിയില്ല, എന്താ സംഭവിച്ചു എന്നുള്ളത്. എന്തായാലും മാളവിക എടുത്ത് ഒന്ന് സംസാരിക്കണം എന്ന് നാഗേന്ദ്രനും പറയണം. ജലജയാണെന്നുണ്ടെങ്കിൽ എൻ്റെ മോനിപ്പോ ജയിച്ചു വരും, എൻ്റെ മോനിപ്പോ രാജാവിനെ പോലെ വരും എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കെ തന്നെ നമ്മുടെ രേവതി പറയണ്ട, അയ്യോ ജലജ, അപ്പൊ നീ ന്യൂസ് ഒന്നും അറിഞ്ഞില്ലേടി? ന്യൂസോ? എന്ത് ന്യൂസ്? അതെ, നിങ്ങളുടെ AN ജ്വല്ലറിന് ഒന്നും കിട്ടില്ല, മൂർത്തിസ് ജ്വല്ലറിയാ വിജയിച്ചിരിക്കുന്നത്. ആണോ? ആ മൂർത്തിസ് ജ്വല്ലറി വിജയിച്ച നല്ല കാര്യമല്ലേ, അനിമോനെ കൺഗ്രാജുലേഷൻ എന്നൊക്കെ പറയണം. നമ്മുടെ ജലജ ആത്മാർത്ഥമായിട്ട് പറഞ്ഞതല്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അമ്മായി ആത്മാർത്ഥമായിട്ട് പറഞ്ഞതല്ലെന്ന് എനിക്ക് അറിയാം, എങ്കിലും താങ്ക്സ് എന്ന് പറയണം. അതിനുശേഷം മുത്തശ്ശനോട് മുത്തശ്ശിയെടുത്ത് മനി പറയണ്ട്, ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഈ ഒരു അവസരം തന്നത്, ശരിക്കും പറഞ്ഞാൽ ഈ ഇതിൽ ജയിക്കാൻ കാരണം നയനെടുത്തിയാണ്. സ്വന്തം ആരോഗ്യം പോലും നോക്കാതെ 2-3 ദിവസം ഉറങ്ങാതെ കഷ്ടപ്പെട്ടിട്ടാ നയനെടുത്തി ഈ ഡിസൈനൊക്കെ വരച്ചത്. അപ്പോഴും മുത്തശ്ശൻ വലിയ ആറ്റിറ്റ്യൂഡ് ഇട്ട് നിൽക്കുവാട്ടോ. ഓ, അവൻ്റെ ഒരു നയനെടുത്തി നയനെയാണ് ഡിസൈൻ വരച്ചെന്നെങ്കിലും അത് പ്രസന്റ് ചെയ്തത് നീയല്ലേ, അപ്പൊ അതിനുള്ള ശരിക്കും പറഞ്ഞാൽ ആ ഒരു അംഗീകാരം കിട്ടേണ്ടത് നിനക്ക് തന്നെയാണ്. ആ അംഗീകാരം നീ ഭാഗിച്ചു കൊടുക്കൊന്നും വേണ്ട എന്നൊക്കെ മുത്തശ്ശൻ ഇങ്ങനെ പറയാണ്. എനിക്കത് കേൾക്കുമ്പോൾ വല്ലാത്ത വിഷമം തോന്നുന്നുണ്ട് കേട്ടോ. അതിനുശേഷമാണെങ്കിൽ നമ്മുടെ അബിയാണെങ്കിൽ നാണം കെട്ട് നാഗേന്ദ്രന്റെ അടുത്തേക്ക് പോവാണ്. അബി പറയണ്ട്, അച്ഛാന്ന് പറയുമ്പോൾ വേണ്ട, നീ ഒന്നും മിണ്ടി പോരുത്, നീ അല്ലേടാ പറഞ്ഞത് നീ പങ്കെടുക്കുന്നില്ല, ഈ ഒരു സംഭവത്തിൽ പങ്കെടുക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോ അവൻ കറക്റ്റ് സമയത്ത് അവിടെ എത്തിയില്ലേ? അവൻ നേരത്തെ തന്നെ ഡിസൈൻ ഒക്കെ അയച്ചു കൊടുത്തിരുന്നു, നമ്മളാണ് അറിയാതിരുന്നത്. എന്തായിരുന്നു അനി വരത്തില്ല, മൂർത്തി ജ്വല്ലറിന് അതിനുള്ള കോൺഫിഡൻസ് ഇല്ല. ഇപ്പൊ എന്തായി? അവൻ ജയിച്ച പോലെ അവിടെ നിന്ന് പോയില്ലേ? എടാ, നിന്റെ അനിയനല്ലേടാ അവൻ ഇങ്ങനെ ജയിച്ചു പോണ കാണുമ്പോൾ നിനക്ക് നാണക്കേട് തോന്നുന്നില്ല? ഇതന്നെയാ ഞാൻ പറഞ്ഞത്, നിനക്ക് ഒന്നിനും ഒരു കഴിവില്ലെന്ന്. അതുകൊണ്ട് തന്നെയാ AN ജ്വല്ലറി ഞാൻ എൻ്റെ മോളുടെ പേരിൽ എഴുതി വെച്ചത് എന്ന് പറയുമ്പോഴേക്കും അബി നാണം കെട്ട് നിൽക്കുകയാണ്. അതിനുശേഷം അവന്തിക പറയുന്നുണ്ട്, അച്ഛാ, ചേട്ടനെ വെറുതെ കുറ്റമൊന്നും പറയണ്ട. പിന്നെ എങ്ങനെ പറയാതിരിക്കും? ഇവന് ഒരു കഴിവില്ല, ഒരു കഴിവില്ലാത്തവൻ. ഞാൻ ഇവന് എന്തെങ്കിലും കഴിവുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഇവന്റെ പേരിൽ എഴുതി കൊടുക്കാന്ന് വിചാരിച്ചതായിരുന്നു. പക്ഷെ ഒരു കഴിവില്ലാത്തവന് എന്തെഴുതി കൊടുത്തിട്ട് എന്താ കാര്യം? ഞാൻ കഷ്ടപ്പെട്ട ഈ ഒരു നിലയിൽ എത്തിയത്. അപ്പൊ അതൊന്നും വെറുതെ കളയാൻ എനിക്ക് പറ്റില്ല. ഇനി എന്റെ സ്വത്തിന്ന് ഒരു രൂപ പോലും ഞാൻ അബിക്ക് കൊടുക്കില്ല എന്ന് നാഗേന്ദ്രൻ പറയാണ്. ഇത് കേട്ട് സ്വന്തം അച്ഛനാണെങ്കിൽ പോലും അബിക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. താൻ തരണ്ടോ, തന്നെ കൊന്നിട്ടാണെങ്കിലും ഞാൻ എടുക്കും. തനിക്കാകെ 2 മക്കളല്ലേ ഉള്ളൂ. ഇവള് കെട്ടിപ്പോയി കഴിഞ്ഞാൽ ഇവൾക്ക് സ്വത്തുക്കൾ കൊടുക്കേണ്ട ഒരു കാര്യവുമില്ല. അതുകൊണ്ട് തന്നെ തന്റെ സ്വത്തുക്കൾക്കൊക്കെ എനിക്ക് അവകാശപ്പെട്ടതാണോ എന്ന് അബി മനസ്സിൽ വിചാരിക്കുകയാണ്. നാഗേന്ദ്രൻ പറയുന്നുണ്ട്, എന്താണ് നീ മനസ്സിൽ വിചാരിക്കണത്? എന്നെ കൊന്നിട്ടാണെങ്കിലും എന്റെ സ്വത്തുക്കൾ എടുക്കാന്നാണോ? അയ്യോ അച്ഛൻ എന്തൊക്കെയാ പറഞ്ഞത്? വർഷങ്ങൾക്ക് ശേഷമാ എനിക്കും അവന്തികക്കും അച്ഛന്റെ സ്നേഹം കിട്ടിയത്. അങ്ങനെ ഇരിക്കുമ്പോ ഇങ്ങനെയൊന്നും പറയല്ലേ, എന്റെ മനസ്സിൽ വല്ലാത്ത വിഷമം തോന്നണം.
മനസ്സിലാവുന്നുണ്ട്. എന്തൊക്കെ പറഞ്ഞാലും ഇനി അബി നിനക്ക് ഞാൻ എന്റെ ഒരു 10 പൈസ ഒരു തുണ്ട് ഭൂമി പോലും ഞാൻ നിനക്ക് തരില്ല. നിനക്കത് കൈകാര്യം ചെയ്യാൻ അറിയില്ലടാ. നിനക്ക് മൂർത്തി മുത്തശ്ശൻ അവിടെ എന്തെങ്കിലുമൊക്കെ ഭാഗം വെക്കുമ്പോ നിനക്കോ നിന്റെ അമ്മക്കോ തരുമായിരിക്കും. അതുകൊണ്ട് തൃപ്തിപ്പെട്ടു പോവാ. പിന്നെ അത് മാത്രല്ല ജ്വല്ലറിയുടെ മാനേജർ നീയല്ലേ, നിനക്കും സാലറി ഇഷ്ടം പോലെ എടുക്കാം. അല്ലാതെ ജ്വല്ലറിയുടെ അധികാരം എന്റെ മോൾ അവന്തികക്ക് തന്നെയായിരിക്കും. അവൾക്കേ അതിനുള്ള പിടിപാടുള്ളൂ, അവൾക്കേ അതിനുള്ള സ്വാമർത്ഥ്യം ഉള്ളൂ എന്നൊക്കെ പറയാണ് നാഗേന്ദ്രൻ. ഇത് കേട്ട് അബിക്ക് ദേഷ്യം വരുന്നുണ്ട്. അബി ദേഷ്യത്തോടു കൂടി തന്നെ വീട്ടിലേക്ക് പോവാണ്. ജലജ പറയണ്ട്, നാണക്കേടായാലോ സമാധാനായാലോ. ഇനി അമ്മയുടെ വക എനിക്ക് കേൾക്കാനുള്ളൂ. അച്ഛന്റെ വക കേട്ടു വയറ് നിറഞ്ഞു. അച്ഛനോ? ഏതച്ഛൻ? അത് ഡേവിഡ് സാറ്. അദ്ദേഹത്തിനെ അച്ഛനെ പോലെ കാണുന്നതെന്ന് പറഞ്ഞല്ലോ. ഓ, അവന്റെ ഒരു ഡേവിഡ് സാർ എന്തായാലും നല്ല നാണക്കേടായി പോയി. അനിയന്റെ അഹങ്കാരം ഒന്ന് കാണേണ്ടത് തന്നെയായിരുന്നു. എടാ, എവിടെയാടാ നിന്റെ മാളവിക കളക്ഷൻ? അവള് നിങ്ങളെ പറ്റിച്ചോ? അല്ല, അവള് ചെയ്യുന്ന ഡിസൈൻ എന്തായി? അതിനേക്കാളും നല്ല ഡിസൈനാണോ നയന ചെയ്തത്? ആയിരിക്കുമല്ലോ. ട്രഡീഷണൽ ആയിട്ടുള്ള ജ്വല്ലേഴ്സാ അവള് ചെയ്തു കൊടുത്തത്. പക്ഷെ ഞങ്ങൾക്ക് അത്ര ട്രഡീഷണൽ ഉണ്ടായിരുന്നില്ല. എന്തായാലും ആ മാളവികയെ ഞാൻ കാണട്ടെ, അവളോട് കുറച്ച് സംസാരിക്കണം എന്നൊക്കെ അബി പറയാണ്. ശേഷം ഓഫീസിലെത്തിയിട്ട് മാളവികയുടെ അടുത്ത് അബി പോകുന്നുണ്ട്. മാളവിക, നീ ഡിസൈൻ ചെയ്ത ഡിസൈൻസ് ഒക്കെ ഒന്നിനൊന്ന് മെച്ചമായിരുന്നല്ലോ. അതെ, പക്ഷെ നമുക്ക് ഡീല് കിട്ടിയില്ല. അയ്യോ സാർ, അത് വളരെ മോശമായി പോയല്ലോ. അതെ, ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഡിസൈൻ ആയിരുന്നു. എന്ത് ചെയ്യാനാ, അത് മോശപ്പെട്ടു പോയി. അല്ല, നീ ചെയ്ത ഡിസൈൻസ് അതെനിക്ക് കാണിച്ചു തരുമല്ലോ. വലിയ സർപ്രൈസ് ആക്കി നീ തന്നെയല്ലേ അവർക്ക് മെയിൽ അയച്ചു കൊടുത്തത്. ആ ഡിസൈൻ എന്നെ ഒന്ന് കാണിച്ചേ. അത് സാർ ഒരൊറ്റ കോപ്പി ഉണ്ടായുള്ളൂ, അതിനെന്നെ അവർക്ക് അയച്ചല്ലോ. ശരി, എന്നാലും എനിക്ക് ഒരു സംശയമുണ്ട്. നീ കുറച്ച് ഉഴപ്പിയോന്ന്? ഞാനോ? ഒരിക്കലില്ല സർ. ഈ ഡീൽ എത്രമാത്രം സാറിന് ഇമ്പോർട്ടന്റ് ആണെന്ന് എനിക്കറിയാലോ. അതുകൊണ്ട് ഞാൻ ഒരിക്കലും ഉഴപ്പില്ല സർ. ഞാൻ കറക്റ്റായിട്ട് തന്നെ എല്ലാം ചെയ്തത്. സാർ എന്നാലും എൻ്റെ ജോലിനെ, ആത്മാർത്ഥമായിട്ട് ചെയ്യുന്ന ജോലിനെ ഇങ്ങനെ കുറ്റപ്പെടുത്തിയില്ല സർ. എനിക്ക് നല്ല വിഷമമായി സാർ. അയ്യോ മാളവിക, കൂൾ കൂൾ, താൻ വിഷമിക്കല്ലേ. താൻ കരയണത് എനിക്ക് സഹിക്കാൻ പറ്റില്ല കേട്ടോ എന്ന് പറയുമ്പോഴേക്കും, സർ ഞാൻ സത്യം പറയട്ടെ, എത്ര ജോലേഴ്സ് എന്നെ വിളിച്ചതാണെന്നറിയാവോ? ഇവിടുത്തെ 8 സാലറി തരാം, അങ്ങോട്ട് വാന്ന്. പക്ഷെ ഞാൻ എവിടെയും പോയില്ല. കാരണം എന്താ എന്ന് അഭി ചോദിക്കുമ്പോ, കാരണം സാറ് തന്നെ. സാർ ഇവിടെ ഉണ്ടല്ലോ, വേറൊരു ജ്വല്ലറിയും സാറില്ലല്ലോ. സാറിനെ കാണാൻ വേണ്ടി സംസാരിക്കാൻ വേണ്ടിയിട്ടാ ഞാൻ ഇവിടെ നിൽക്കുന്നത്. സത്യമാണോ? അതെ, ഞാൻ സാറിനോട് പറഞ്ഞിട്ടുള്ളതല്ലേ. എങ്കിൽ മാളവിക, നീ കാത്തിരുന്നോ, ഈ ജ്വല്ലറി എന്റെ ആകും. അപ്പോ ഞാൻ രാജാവായിട്ട് നിൽക്കുമ്പോൾ റാണിയായിട്ട് എൻ്റെ തൊട്ടരികിൽ നീ ഉണ്ടാകും. നിന്റെ ഡിസൈൻസ് വരച്ച് നമ്മൾ വേറെ നിലയിലെത്തണം. തീർച്ചയായിട്ടും സർ, അതിനു വേണ്ടിയല്ലേ ഞാൻ സാറിന്റെ കൂടെ നിൽക്കണത്. താങ്ക് യു മാളവിക. എല്ലാവരും എന്നെ കുറ്റപ്പെടുത്തി, നീ മാത്രമേ കുറ്റപ്പെടുത്താതെ ഉള്ളൂ. താങ്ക് യു സോ മച്ച് സർ. സാർ വിഷമിക്കണ്ട, നമുക്ക് പുറത്തൊക്കെ പോയിട്ട് ഔട്ടിങ്ങിനെ പോയിട്ട് ഈ വിഷമം അങ്ങ് മാറ്റാം. സത്യമാണോ? അതെ സർ, സത്യമാണ്. എന്നാ ഞാനൊരു സമയം പറയാം, ആ സമയത്ത് നമുക്ക് പുറത്തൊക്കെ ഒന്ന് കറങ്ങാൻ പോകാം. ശരി സർ എന്ന് മാളവികയും പറയാണ്. അബിക്ക് സന്തോഷമാണ്. പക്ഷെ മാളവികയുടെ ഉദ്ദേശം അബിനെ കൂട്ടിക്കൊണ്ടു പോയിട്ട് നൈസായിട്ട് ആ കിങ് ഓഫ് കോബ്ര ആരാന്ന് കണ്ടുപിടിക്കാനാട്ടോ. കാത്തിരുന്ന് കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.